ഹലോ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ 2025 ക്രിസ്മസും തീർന്നിരിക്കുകയാണ്. ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. ക്രിസ്മസിൻ്റെ ഇത് അടുത്ത വീട്ടിലെ പുൽക്കൂടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ചെയ്തിരിക്കുന്നത് കാണാൻ. പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീയും പുല്ലൊക്കെ പിടിപ്പിച്ചത് 8 ദിവസം മുൻപ് മുളപ്പിക്കാൻ വെച്ചതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ ലൈറ്റ്സൊക്കെ ഓരോന്നായി മാറ്റിയിട്ട് ശ്രീകുട്ടൻ എന്നെ കാണിച്ചു തന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ഓരോന്നും നോക്കി വീഡിയോ എടുക്കുകയായിരുന്നു. എനിക്കും ഇതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഞാൻ ചെയ്യലില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ചെയ്യാനുള്ള ആഗ്രഹം ഒന്നും കൂടി കൂടി. അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഞങ്ങളുടെ ഡോബൂച്ചനെ ഒന്ന് ക്രിസ്മസിൻ്റെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്, പക്ഷെ അവൻ നിന്ന് തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മാളയിൽ ഉള്ള 2-3 പള്ളികളിലെ ആഘോഷങ്ങളും അലങ്കാരങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു നാളെ പള്ളിയിലുള്ള സ്റ്റാർ കാണാനായിട്ട്. അവിടെ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് കേട്ടോ അലങ്കരിക്കുക. നല്ല രസമാണ് കാണാൻ. പുൽക്കൂടും നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല വലിപ്പമുള്ളതായിരുന്നു പുൽക്കൂട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നാളെ പള്ളിയിലെയും കാണാൻ പോയി. അവിടെ ക്രിസ്മസ് ട്രീസിൻ്റെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ക്രിസ്മസ് ട്രീസ് അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു സങ്കടമുള്ളത്, മാളയിലെ ഏറ്റവും വലിയ പുൽക്കൂട് എന്ന് പറയുന്നത് ഹോളി ഗ്രേസിലുള്ളതാണ്. അത് 1.5 ഏക്കറിൻ്റെ പുൽക്കൂടായിരുന്നു. പക്ഷേ അത് കാണാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കത് കാണാൻ. അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. അങ്ങനെ അതിൻ്റെ ഒരു വിഷമം ഉള്ളിലുണ്ടെങ്കിലും പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്റ്റാർസ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പോയി. അങ്ങനെ മൊത്തം എല്ലായിടത്തും ഒന്ന് കറങ്ങി തിരിച്ചു വന്നു. ഹോളി ഗ്രേസിലുള്ള ഇത് കാണാത്തതിന് സങ്കടമൊന്നുമില്ല, എന്നാലും ഒരു വിഷമം. അങ്ങനെ ആ ഒരു കുഞ്ഞു വിഷമാണെങ്കിലും അതിനും മനോഹരമായൊരു ദിവസം ഇന്ന് ലഭിച്ചതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇതിലും മനോഹരമായൊരു ദിവസം നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്കിനി നാളെ കാണാം. ബൈ.